our second class. And first of all, I have to thank all of you for the support. And today's class is about mercantile law. And we have studied what is law in the previous class. And you just analyze the diagram that I have shown here. The whole circle denotes law. The whole circle denotes law. ഈ മുഴുവൻ സർക്കിൾ, ഈ വൃത്തം മുഴുവനായിട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായ നിയമമാണെന്ന് കരുതുക. അതായത് ഇന്ത്യയുടെ എല്ലാ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഹോൾ സർക്കിൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. And if it is the whole law, this portion cut from the whole law. ഈ സർക്കിളിൽ നിന്ന് നമ്മൾ എത്ര ഭാഗം കട്ട് ചെയ്ത് മാറ്റിയോ ആ മാറ്റിയ പീസിനെ നമുക്ക് വിളിക്കണം മെർക്കന്റൈൽ ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് മെർക്കന്റൈൽ ലോ? മെർക്കന്റൈൽ ലോ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ലോ. നിയമത്തിന്റെ ഏതൊരു ഭാഗമാണോ എന്നാണ് അതിന്റെ അർത്ഥം. മെർക്കന്റൈൽ ലോ ഓർ കൊമേഴ്സ്യൽ ലോ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ലോ which regulates the transactions of mercantile community. Listen, mercantile law or commercial law, ഇത് പറയുന്ന മറ്റൊരു പേരാണ് commercial law, is that part of law which regulates the transactions of mercantile community. ബിസിനസ്സുകാരുടെ ഇടപാടുകളെ, ട്രാൻസാക്ഷൻ, യു നോ വാട്ട് ഈസ് ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷനുകളെ നിയന്ത്രിക്കുന്നത് നിയമത്തിന്റെ ഏതൊരു ഭാഗമാണോ ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് മെർക്കന്റൈൽ ലോ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. Mercantile law or commercial law is that part of law which regulates the transactions of mercantile community. ഇപ്പോൾ ഇത് 100, ഈ ഹോൾ സർക്കിൾ 100, അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന 10 എങ്കിൽ ഈ 100ൽ 10 ആണ് മെർക്കന്റൈൽ. അപ്പോൾ ഹോൾ സർക്കിൾ എന്നുള്ളത് 100 ആണെന്ന് സങ്കല്പിക്കുക, ആണല്ലോ. അതിനകത്ത് നിന്ന് ഒരു കഷ്ണം നമ്മൾ മാറ്റി, അതൊരു 10 ഭാഗമാണ്. ഈ 10 ഭാഗമാണ് മെർക്കന്റൈൽ. സോ ലാസ്റ്റ്, commercial law or mercantile law is that part of law which regulates the transactions of mercantile community. അത് തീർന്നു. ഇതാണ് അതിൻ്റെ നിർവചനം. ഇനി നമുക്ക് അതിൻ്റെ സോഴ്സ്, എവിടെ നിന്നാണ് മെർക്കന്റൈൽ ലോ നമ്മൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മെർക്കന്റൈൽ ലോയുടെ ഉറവിടം, ഏതാണ് ഉറവിടം, ദാറ്റ് ഈസ് ടു അനലൈസ് ഹിയർ. ഇവിടെ ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ടതായ ഭാഗമല്ല ഇത്. What are the sources of Indian mercantile law? The sources of mercantile law are the legislature, English mercantile law, judicial decision, and also custom and usages. Legislature, നിയമ നിർമ്മാണ സഭ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. In India we have 2 legislatures. Which are the legislatures in India? Central സ്റ്റേറ്റ്. ഇൻ ഇന്ത്യ നമ്മൾ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, അഥവാ നിങ്ങൾ എഴുതേണ്ട എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇൻ ഇന്ത്യ വി ഹാവ് 2 legislatures, the central legislature and the state legislature. In India we have 2 legislatures, the central legislature and the state legislature. The central legislature is called parliament. State legislature is called legislative assembly or state assembly. എന്നിട്ട് നമ്മൾ പറയണം both these legislatures, means the state legislature and the central legislatures, have the right or power to frame law. നിയമം ഉണ്ടാക്കുവാൻ കേന്ദ്ര അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേച്ചറിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും അവകാശമുണ്ട്. How they do frame law?
ബൈ പാസിംഗ് ബിൽസ് ഇൻ ദ സെഷൻ. പാർലമെന്റില് സഭാ നടപടികൾ നടക്കുന്ന വേളയിൽ അവിടെ ബില്ല് അവതരിപ്പിച്ചിട്ടാണ് നിയമം ഉണ്ടാക്കുക. അതാണ് നമ്മുടെ പാർലമെന്റ് സിസ്റ്റത്തില് നിയമം എന്ന് പറയുന്ന സമ്പ്രദായം. അപ്പൊ ഞാനൊന്നുകൂടി പറയാം. ലെജിസ്ലേച്ചർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇന്ത്യൻ മെർക്കന്റൈൽ ലോ. Legislature is the most important source of Indian mercantile law. In India, we have two legislatures. Which are they? The central legislature and the state legislature. Both these legislatures means the central legislature and the state legislature have the power to frame laws. How do they frame the law? By passing bills in the session. ഇത് ചേർത്ത് അങ്ങോട്ട് പറഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി. അത് സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. ലെജിസ്ലേച്ചർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇന്ത്യൻ മെർക്കന്റൈൽ ലോ. ഒന്നാമത്തെ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ്. In India, we have two legislatures. The central legislature and the state legislature. രണ്ടാമത്തെ സെന്റൻസ് കഴിഞ്ഞു. മൂന്നാമത്തത്, both these legislatures, both the central legislature and the state legislature have the power to frame law. നിയമം ഉണ്ടാക്കുവാനായിട്ട് അധികാരമുണ്ട്. Both these legislatures have the power to frame law by passing bills in the session. So, അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ സോഴ്സ് ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ ആണ്. ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോ എന്ന് ഉദ്ദേശിക്കുന്നത്, ഓഫ് കോഴ്സ് യു നോ, ദാറ്റ് ഈസ് അബൌട്ട് ദ ബ്രിട്ടീഷ് പീപ്പിൾ ആൻഡ് വി വെർ ദ കോളനി ഓഫ് ബ്രിട്ടൻ ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ വർഷങ്ങളോളം നമ്മൾ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. ഓഫ് കോഴ്സ് വി were compelled to follow many principles of British government. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരുപാട് തത്വസംഹിതകൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ പിന്തുടരേണ്ടതായി വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ ബ്രിട്ടന്റെ നിയമങ്ങൾ പലതും നമ്മളുടെ നിയമമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. തന്നെയല്ല, ബ്രിട്ടീഷാണ് നിയമം ഇവിടെ നടപ്പിലാക്കിയത്. ബ്രിട്ടന്റെ നിയമങ്ങൾ, ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് ആ നിയമം തന്നെയാണ്, ഇംഗ്ലീഷ് ലോയാണ്. And of course, we forced to follow many part of English mercantile law to enhance or enrich our law. ബ്രിട്ടന്റെ നിയമങ്ങളെ പലതും തന്നെ നമ്മളുടെ നിയമത്തെ സമ്പുഷ്ടമാക്കുന്നതിന് നമ്മൾ കടം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. Why? Because it is due to the tremendous contact, continuous contact which we had with the English mercantile law. English mercantile law ആയിട്ട് നമ്മൾ കാലങ്ങളോളം നമുക്ക് ഒരുപാട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. നമ്മൾ അത് പിന്തുടരുവാൻ നിർബന്ധിതരായിട്ടുണ്ടായിരുന്നു. ആയതുകൊണ്ട് നമ്മൾ ആ നിയമത്തിൽ പലതും നമ്മൾ എടുത്തു. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്: പഠിച്ചതേ പാടൂ. നമ്മൾ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നിരിക്കുന്ന സമ്പ്രദായങ്ങൾ എന്താണോ ആ സമ്പ്രദായത്തെ നമ്മൾ സ്വാഭാവികമായിട്ടും പിന്തുടർന്നു പോകും. അങ്ങനെയാണ് ഇംഗ്ലീഷ് നിയമങ്ങളിൽ പലതും നമ്മുടെ നിയമത്തിലേക്ക് കടന്നുകൂടിയിട്ടുള്ളതെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ വിശദമായും ഒരുപാട് പറയേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, we have incorporated. Incorporate ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം. We have incorporated various parts of English mercantile law. ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോയുടെ വിവിധ ഭാഗങ്ങൾ നമ്മളുടെ ഇന്ത്യൻ മെർക്കന്റൈലിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ചേർക്കേണ്ട മറ്റൊരു സെന്റൻസ്, this is because of. എന്തുകൊണ്ടെന്നാൽ അത് നമ്മളൊരു കാരണം പറയണം. This is because the continuous contact, തുടർച്ചയായിട്ടുള്ള ബന്ധം, continuous contact which we had with the English mercantile law. ഇംഗ്ലീഷ് മെർക്കന്റൈൽ ലോയായിട്ട് നമുക്കുണ്ടായിരുന്ന ആ നൈരന്തര്യ ബന്ധം കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ലോയിൽ നിന്ന് പലതും സ്വീകരിക്കേണ്ടി വന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ക്ലിയർ? അടുത്ത് നോക്കിയേ, ജുഡീഷ്യൽ ഡിസിഷൻ. Judicial decision means the decisions of the judge. What is judicial decision? The decision or decision of the judge. നമ്മളതിന് പറഞ്ഞ ജഡ്ജ്മെന്റ്. ജുഡീഷ്യൽ ഡിസിഷൻ മീൻസ് അതുവാക്കി പറഞ്ഞ ജഡ്ജ്മെന്റ്.
കോടതിയുടെ വിധിയാണ് നമ്മൾ ജുഡീഷ്യൽ ഡിസിഷൻ എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം, ഏത് സാഹചര്യത്തിലാണ് ജുഡീഷ്യൽ ഡിസിഷൻ നിയമത്തിന്റെ ഭാഗത്തിലേക്ക് വരിക? നമുക്കറിയാം, ഇറ്റ് ഈസ് ദ സിസ്റ്റം or the system that provide facility to implement the laws framed by the parliament through this mechanism, and this mechanism is called court. അതാണ് കോടതി. അപ്പൊ പാർലമെന്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതികത്വമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് കോടതി, നമുക്കറിയാം. അപ്പൊ പിന്നെ കോടതി എന്തിനാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കുക? ഓഫ് കോഴ്സ് യു നോ ഇറ്റ് ഈസ് നോട്ട് വിത്ത് ദ റൈറ്റ് ഓഫ് ദ കോർട്ട് ടു ഫ്രെയിം ലോ, ബട്ട് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ഇറ്റ് മേ ബി വിത്ത് ദ പ്രിവിലേജ് ഓഫ് ദ കോർട്ട് ടു ഫ്രെയിം ലോ. അതെങ്ങനെയാണെന്നാണ് നമുക്ക് പറയേണ്ടത്. ഈ തത്വചിന്ത, നിയമം എന്ന് പറയുന്ന തത്വചിന്ത, ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ചിന്തയിൽ വന്നതാണ്, തത്വജ്ഞാനികളുടെ ചിന്തയിൽ വന്നതാണ്. പക്ഷെ എല്ലാ മനുഷ്യനും പരിധിയും പരിമിതിയുമുണ്ട്. അപ്പൊ നമുക്ക് പറയേണ്ടത്, ഒരു വീട് വയ്ക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ വീട് ഏറ്റവും സുരക്ഷിതമായ രീതിയിലാണ് അയാൾ ആ വീട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ കംപ്ലീറ്റ് ഫെസിലിറ്റിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഒരു വീട് വയ്ക്കുന്നതെന്ന് കരുതുക. ആ വീടിനകത്ത് ഒരു കാരണവശാലും ഒരു അതിക്രമം അഥവാ ഒരു ഇൻട്രൂഡർ അഥവാ മോഷണം നടക്കാൻ പാടില്ല എന്ന രീതിയിൽ ഏറ്റവും സെക്യൂർ ആയിട്ടാണ് എല്ലാവരും വീട് വയ്ക്കുക. ചില വീടുകൾ പ്രത്യേകിച്ചും ഒരു കാരണവശാലും മോഷണം സംഭവിക്കരുത് എന്നതിൽ, ഉദാഹരണത്തിന് ജ്വല്ലറി, അതേപോലത്തെ സ്ഥാപനങ്ങൾ ഒക്കെ അത്തരത്തിലാണ്, ബാങ്ക് ഒക്കെയാണ് നിർമ്മിക്കുക. എന്നിട്ട് ചോദിക്കട്ടെ, എന്നിട്ട് അവിടെ തെഫ്റ്റ് നടക്കുന്നില്ലേ, മോഷണം നടക്കുന്നില്ലേ? ഓഫ് കോഴ്സ്. എന്തുകൊണ്ട്? എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റികൾ ഉണ്ടാക്കി വെച്ചിട്ടും അവിടെ മോഷണം നടക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ? ആ തെഫ്റ്റ് അല്ലെങ്കിൽ ഈ റോബറി എന്ന് പറയുന്ന ഘടകം നടത്തുന്ന ആൾക്ക് അയാളുടേതായ ഒരു ഇന്റലിജൻസ് ഉണ്ട്. ആ ബുദ്ധി ഒരു കാരണവശാലും എഞ്ചിനീയറിന്റെ തലയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എത്ര തന്നെ സുരക്ഷിതത്വമായിട്ട് വെച്ചു കഴിഞ്ഞാലും മോഷണം നടത്തണമെന്ന് ഒരാൾ വിചാരിച്ചാൽ അയാൾ മോഷ്ടിക്കും. ഇപ്പൊ കള്ളന്റെ ഔദാര്യമാണ് നമ്മളൊന്നും മോഷ്ടിക്കപ്പെടാത്തത്, അല്ലെങ്കിൽ നമ്മൾക്കൊന്നും തെറ്റ് ഉണ്ടാവാത്തതിന്റെ കാര്യം. അത് അവന്റെ വിട്ടുവീഴ്ചയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലത്തെ സാഹചര്യം പറയാം. നിയമം പറഞ്ഞിരിക്കുന്ന ഘടകം പോലെ, അല്ലെങ്കിൽ നിയമം പറയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിയമത്തിൽ പറയാത്ത, ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുക. നമുക്ക് പറയാനുണ്ട് ഒരു എക്സാമ്പിൾ, അടുത്ത ഘടകത്തിൽ പറയേണ്ടതാണ്. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുക. നമ്മൾ ചോദിക്കുന്നു, വിവാഹം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? വിവാഹം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. മാരേജ് ദാറ്റ് ഈസ് ദ അലയൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ ഓഫ് ദ മെച്യൂർഡ് ഏജ്. ഇതൊരിടത്തും നിർവചനം പണ്ടുകാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ആണും പെണ്ണും കല്യാണം എന്ന് പറയുന്നത് നിയമമായിട്ട് എഴുതി വെച്ചിട്ടില്ലായിരുന്നു? ബട്ട് ഓഫ് കോഴ്സ് എവറിബഡി നോസ് ദാറ്റ് ഇറ്റ് ഈസ് ദ അലൈൻമെന്റ് ഓഫ് സച്ച് ഏജ്ഡ് പീപ്പിൾ ഓഫ് ഡിഫറെന്റ് സെക്സ്. ബട്ട് വാട്ട് ഹാപ്പൻഡ് മീൻസ്, യു നോ, അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? ആണിന് വിവാഹം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായി, പെണ്ണിന് വിവാഹം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടാക്കി വെക്കേണ്ടി വരുന്ന നിയമം എന്ത്? Marriage means that is the arrangement between men and women of a majority. That is age, men, as far as men is concerned 21, and as far as girls are concerned 18, and it is going to be changed. അതൊന്നും നമ്മുടെ വിഷയമല്ല. പിന്നെ ഈ പറയുന്ന നിയമത്തിൽ ഇപ്പൊ പിന്നീട് മാറ്റം ഉണ്ടായി. എന്തുകൊണ്ട്? കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിക്ക് വിശദീകരണം കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, കോടതിയിൽ വാദഗതികൾക്ക് കോടതിക്ക് ഒരിക്കലും മുൻ നിയമത്തെ, തത്വസംഹിതയെ പാലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് ഏറ്റവും ശാസ്ത്രീയമായത് അത് കോടതി തീരുമാനിക്കും. അതിന് നമ്മൾ പറയുന്നത് കൺസൈൻസ് എന്നാണ്. Whenever our law is silent, the judges shall decide whichever is more conscience. ഒന്നുകൂടി പറയാം. Whenever our law is silent, the judges shall decide whichever is more conscience. Conscience means more logically supported. വിവേചനപൂർണമായത് ഏതോ അത് കോടതി തീരുമാനിക്കുന്നു. And later it becomes law. അത് നിയമത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. Whenever our law is silent, the judges
shall decide whichever is more concerns. ഏറ്റവും ശാസ്ത്രീയമായത് ഏതോ അത് കോടതി തീരുമാനിക്കുന്നു. ആൻഡ് ലേറ്റർ ഇറ്റ് ബിക്കംസ് ലോ. അത് പിന്നീട് നിയമമായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ദ തിങ്. തേർഡ് പോയിന്റ് ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാം. whenever our law is silent, the judges shall decide whichever is more concerns. Later it becomes law. പിന്നീട് അത് നിയമമായി തീരുന്നു. And comes to the next point or the last point, what is custom and usages. Custom and usage, ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ പറയുന്ന കാര്യം. ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ നിയമമായിട്ട് സ്വീകരിക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ അല്ല, മിക്കവാറും പല നിയമങ്ങളും പല കാര്യങ്ങളും നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മൾ നിയമമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ആസ് ഫാർ ആസ് അവർ കേസ് ഈസ് കൺസേൺഡ്, മാരേജ് ഇസ്, ആസ് ഐ സെഡ് യു ബിഫോർ, മാരേജ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ custom and usage. What is marriage as far as what is marriage as far as our law is concerned itself, or what is the significance of marriage as far as the Marriage Act itself is the significance as far as concerned with the custom and usage, as in the case of marriage, that is our religious customs and usages which provide some security for the marriage by the law. Actually there is no binding law, but there is a custom. ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ മതാചാര പ്രകാരമുള്ള വിവാഹം എന്ന് പറയുന്നതിന് പ്രത്യേക നിയമം അവിടെ എഴുതി വെച്ചിട്ടില്ല. ആ മതാചാരത്തിൽ ഉണ്ടാകണമെന്നില്ല. ആണും പെണ്ണും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും വിവാഹിതരാകുന്ന പുരുഷനും സ്ത്രീയും അവരുടെ വിവാഹ താലികെട്ട് ഇത്യാദി കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുമ്പോൾ ആ സമുദായത്തിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ അധികാരികളും ഒപ്പുവയ്ക്കുമ്പോൾ അത് ബൈൻഡിങ് പ്രിൻസിപ്പിളായി നിയമമായി. അപ്പൊ അത്തരം മാരേജ് ആണ് നമ്മൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നിയമം വീണ്ടും ആക്കിയതാണ് അത്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് ദ ലോക്കൽ അതോറിറ്റി. എന്നാൽ അതല്ലാതെ തന്നെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വിവാഹം കഴിക്കാം. അതിനൊക്കെ പ്രത്യേക നിയമങ്ങളുണ്ട്. രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് ഉടനെ വിവാഹമാകില്ല. അതിനെക്കുറിച്ച് നടപടിക്രമങ്ങളുണ്ട്. ദാറ്റ് യു വിൽ സ്റ്റഡി ലേറ്റർ. കം ടു ദ പോയിന്റ് ഹിയർ. കസ്റ്റം ആൻഡ് യൂസേജ്. The traditional custom and usages which are not against the interest of people may be incorporated as law. The traditional customs and usages, പരമ്പരാഗതമായി അനുവർത്തിച്ചു പോകുന്ന ആചാരാനുഷ്ഠാനങ്ങൾ സമൂഹത്തിന് വിരുദ്ധമല്ല എങ്കിൽ, സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കെതിരല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ നമ്മൾ നിയമമായി സ്വീകരിക്കും. And later it becomes law, or it is a law. It becomes a law. Once again, the traditional custom and usages which are not against the interest of people may be incorporated or may be treated or may be included as law. So our subject as a conclusion, ഇന്നിപ്പോൾ പറഞ്ഞ ഇതാണ്. എന്താണ് ലോ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ലോയിൽ മെർക്കൻഡൈൽ ലോയാണ് പഠിച്ചത്. കൊമേഴ്സ്യൽ ലോയിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലോ അല്ലെങ്കിൽ മെർക്കൻഡൈൽ ലോ എന്താണ്? ലോയുടെ ഏതൊരു ഭാഗമാണോ കൊമേഴ്ഷ്യൽ പീപ്പിളിന്റെ ട്രാൻസാക്ഷനെ നിയന്ത്രിക്കുന്നത് അതിന് നമ്മൾ മെർക്കൻഡൈൽ ലോ എന്ന് പറയുന്നു. ഈ മെർക്കൻഡൈൽ ലോയ്ക്ക് 4 സോഴ്സുകളുണ്ട്. 1 ലെജിസ്ലേച്ചർ, 2 ഇംഗ്ലീഷ് മെർക്കൻഡൈൽ ലോ, 3 ജുഡീഷ്യൽ ഡിസിഷൻ, 4 കസ്റ്റം ആൻഡ് യൂസേജസ്. ഇതാണ് ഈ ടോപ്പിക്.